നകുലനും ഭാര്യ ഗംഗയും തങ്ങളുടെ തറവാട് കൊട്ടാരമായ മാടമ്പിള്ളിയിലേക്ക് താമസം മാറുന്നു. എന്നാൽ ആ കൊട്ടാരത്തിൽ നാഗവല്ലിയുടെ ആത്മാവ് ഉണ്ടെന്ന് നാട്ടുകാർ ഭയപ്പെട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാരണവർ കൊലപ്പെടുത്തിയ കൊട്ടാര നർത്തകി നാഗവല്ലി ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. മുന്നറിയിപ്പുകൾ അവഗണിച്ച് ഗംഗ തെക്കിനി എന്ന നിഗൂഢമായ മുറി തുറന്നു. അതിന് ഒരു പുരാതന മണിച്ചിത്രത്താളുണ്ടായിരുന്നു. അവിടെ അവൾ നാഗവല്ലിയുടെ ആഭരണങ്ങൾ കണ്ടെത്തി. താമസിയാതെ കൊട്ടാരത്തിൽ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ശബ്ദങ്ങളും ചലനങ്ങളും എല്ലാവരെയും ഭയപ്പെടുത്തി. ഗംഗ പതുക്കെ സ്വയം നാഗവല്ലിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പകൽ അവൾ ശാന്തയായ ഭാര്യയും രാത്രിയിൽ പ്രതികാരം ദാഹിക്കുന്ന നാഗവല്ലിയുമായി മാറി. ഗംഗയെ രക്ഷിക്കാൻ നകുലൻ തന്റെ സുഹൃത്തായ ഡോക്ടർ സണ്ണിയെ വിളിച്ചു. സണ്ണി അതൊരു മാനസിക വിഭ്രാന്തിയാണെന്ന് തിരിച്ചറിഞ്ഞു. ദുർഗാഷ്ടമി രാത്രിയിൽ സണ്ണി ഒരു വലിയ ആചാരം നടത്തി. നാഗവല്ലിയെ കബളിപ്പിച്ച് കാരണവരുടെ ഒരു പ്രതിമയെ കൊലപ്പെടുത്താൻ അദ്ദേഹം സഹായിച്ചു. തന്റെ പ്രതികാരം പൂർത്തിയായെന്ന് വിശ്വസിച്ച് നാഗവല്ലി ഗംഗയെ വിട്ടുപോയി. മാടമ്പിള്ളിയിൽ വീണ്ടും സമാധാനം പുലർന്നു.